നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു. അതായത് അജിത് ഡോവൽ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു, ഇന്നു രാത്രി തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നായിരുന്നു ആ വാർത്ത. അതായത് കഴിഞ്ഞ ദിവസം 3 തവണയാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഊഹിച്ചു എന്തോ നടക്കാൻ പോകുന്നു, അത് ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും. ആ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ന് പുലർച്ചെയോടുകൂടി, അതായത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങളുടെ വിലയിരുത്തൽ ശരിയായി വരികയും ചെയ്തു. ഇന്നിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം ഇനിയും തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ തിരിച്ചടി നൽകി. ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നാണ് സേന നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. അതിനുശേഷം രാജ്നാഥ് സിംഗ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. അതേസമയം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു എസ്കലേഷൻ ഉണ്ടായാൽ, അതായത് പാകിസ്ഥാൻ ഇതിന്മേൽ തിരിച്ചടി നടത്തിയാൽ തീർച്ചയായും ശക്തമായി തിരിച്ചടിക്കും. അത് പിന്നെ എന്തായി തീരുമെന്ന് പറയാൻ കഴിയില്ല എന്നുമാണ് ഇന്ത്യയും പറയുന്നത്. പിന്നീട് പാകിസ്ഥാനും പറഞ്ഞു ഇന്ത്യ നിർത്തുകയാണെങ്കിൽ ഞങ്ങളും നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ പ്ലേറ്റ് മാറ്റുന്നു. ഇപ്പോഴും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ്. അങ്ങനെ ഒരു വാദപ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയും ഇന്ത്യ ആക്രമിക്കുമോ, അല്ലെങ്കിൽ ഇന്ന് രാത്രിയും സൈനിക നടപടി ഉണ്ടാകുമോ എന്ന ചില സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഇന്ന് രാത്രിയും ഇത്തരത്തിലുള്ള സൈനിക നടപടി തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുക. അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ സൂചന എന്നത് മുൻ കരസേനാ മേധാവിയായിരുന്ന മനോജ് നരവനെ രാവിലെ തന്നെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പിക്ചർ അബീബി ബാക്കി ഹേ എന്നാണ്. അതായത് ഈ പറയുന്ന